ഇനി നോക്കാം കാർഷിക വാർത്തകൾ. മാറ്റമില്ലാതെ വെളിച്ചെണ്ണ റബ്ബർ വിലകൾ. വിലയിടവിൽ കുരുമുളക് വിൽപ്പന കനത്തു. തെളിഞ്ഞ കാലാവസ്ഥയിൽ ടാപ്പിംഗ് ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. ചെറുകിട വിപണികളിൽ ഷീറ്റ് ലാറ്റക്സ് വരവ് കുറഞ്ഞ അളവിലാണ്. കൊച്ചി, കോട്ടയം വിപണികളിൽ റബ്ബർ വിലയിൽ മാറ്റമില്ല. ടയർ വ്യവസായികളിൽ നിന്നും ഡിമാൻഡ് മങ്ങിയത് സ്റ്റോക്കിസ്റ്റുകളെ നിരാശരാക്കി. 4ാം ഗ്രേഡ് റബ്ബർ 18,400 രൂപയിലും 5ാം ഗ്രേഡ് 18,100 രൂപയിലും വ്യാപാരം നടന്നു. വെളിച്ചെണ്ണ വില സ്റ്റഡിയാണ്. ചെറുകിട വിപണികളിൽ മാസാരംഭ ഡിമാൻഡ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. വിദേശ പാചക എണ്ണകളായ പാം ഓയിൽ, സോയ ഓയിൽ തുടങ്ങിയവയ്ക്ക് വെളിച്ചെണ്ണയെ അപേക്ഷിച്ച് ആവശ്യക്കാർ കൂടുതലാണ്. ഇതിനിടയിൽ കൊച്ചിയിൽ കൊപ്ര വില ക്വിന്റലിന് 150 രൂപ വർദ്ധിച്ച് 22,000 രൂപയായി. പുതിയ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വില വരും ദിവസങ്ങളിൽ ഒരു ചുവട് കൂടി മുന്നേറാം. കുരുമുളകിനെ ബാധിച്ച വിലയിടിവ് സ്റ്റോക്കിസ്റ്റുകളെ വിൽപ്പനക്കാരാക്കി. വിദേശ ചരക്ക് ഇറക്കുമതി നടത്തിയ വ്യവസായികൾ ഉൽപ്പന്നം വിറ്റുമാറാൻ തിടുക്കം കാണിക്കുന്നുണ്ട്. ഇതിനിടയിൽ ആഭ്യന്തര കറി മസാല വ്യവസായികൾ കുരുമുളക് സംഭരണം കുറച്ച് വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. അൺഗാർബിൾഡ് കുരുമുളക് വില 400 രൂപ ഇടിഞ്ഞ് 68,200 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ വർധനവ്. ആദ്യപാദത്തിൽ ഇതുവരെ 12% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ കാർഷിക കയറ്റുമതിയിൽ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഏകദേശം 12% വളർച്ച രേഖപ്പെടുത്തി. ബസുമതി ഇതര അരി, മാംസം, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന ഡിമാൻഡാണ് കയറ്റുമതി ഉയരാൻ സഹായിച്ച ഘടകങ്ങൾ. 2025-26 ഏപ്രിൽ-സെപ്റ്റംബർ കാലയളവിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി മൂല്യം $13.936 മില്യൺ വർദ്ധിച്ചു. മുൻവർഷത്തെ ഇതേ കാലയളവിൽ $12.475 ബില്യൺ ആയിരുന്നു. ബസുമതി ഇതര അരിയുടെ കയറ്റുമതിയിൽ മുന്നേറ്റമുണ്ട്. 7.01 ലക്ഷം ടൺ അധിക കയറ്റുമതി ചെയ്തുകൊണ്ട് 51% കയറ്റുമതി വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ബസുമതി കയറ്റുമതി കൂടിയെങ്കിലും കയറ്റുമതി വരുമാനത്തിൽ ഇടിവാണുണ്ടായത്. ബസുമതി അരിയുടെ വില കുറഞ്ഞതാണ് ഇതിന് കാരണം. സംസ്കരിച്ച ഭക്ഷ്യ ഇനങ്ങളുടെ കയറ്റുമതി ഇടിഞ്ഞപ്പോൾ ഫ്രഷ് ഫ്രൂട്ട് കയറ്റുമതി മൂല്യം ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലാവസ്ഥാ മാറ്റത്തിൽ നട്ടം തിരിഞ്ഞു വയനാട്ടിലെ കർഷകർ. ഇഞ്ചി, കുരുമുളക്, റബ്ബർ കൃഷി പ്രതിസന്ധിയിൽ. നീണ്ടുനിന്ന മഴക്കാലവും ഇടയ്ക്കിടെയുണ്ടാകുന്ന കനത്ത വെയിലും കൃഷിയിടങ്ങളിൽ രോഗബാധയേറാൻ ഇടയാക്കുകയാണ്. ഇഞ്ചി കൃഷിയെ രോഗബാധ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. മഞ്ഞളിപ്പ് രോഗം ബാധിച്ച് ഏക്കർ കണക്കിന് ഇഞ്ചി കൃഷിയാണ് നശിച്ചത്. ഇതിനു പുറമെയാണ് കുരുമുളക് വള്ളികളിൽ വാട്ടരോഗം വ്യാപകമായത്. മികച്ച രീതിയിൽ തിരിയിടുന്ന കുരുമുളക് വള്ളികളിൽ പോലും മഞ്ഞളിപ്പ് ബാധിക്കുന്നുണ്ട്. ഇലകൾ പഴുത്തതിനു പിന്നാലെ തിരിയും തണ്ടും ഇലകളും കൊഴിഞ്ഞു വീഴുകയും കുരുമുളക് വള്ളികൾ പാടെ നശിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ വർഷമുണ്ടായ ശക്തമായ മഴ റബ്ബർ തോട്ടങ്ങളിൽ നിന്നുള്ള വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇല പൊഴിഞ്ഞതിനാൽ മഴ മാറിയിട്ടും തോട്ടങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ടാപ്പിംഗ് നടത്താൻ കഴിയുന്ന ദിനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയുമെന്ന് കർഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ അരി സംഭരണം 46% വർദ്ധിച്ചു. സംഭരണത്തിന് മുന്നിൽ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങൾ. അടിസ്ഥാന താങ്ങുവില അനുസരിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ അരിസംഭരണം ഒക്ടോബർ 16 മുതൽ 31 വരെ മാത്രം 70 ലക്ഷം ടണ്ണിലധികം കടന്നിരിക്കുകയാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. ഒക്ടോബറിൽ മാത്രം 119 ലക്ഷം ടണ്ണിലധികം സംഭരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 81.85 ലക്ഷം ടൺ അരിയാണ് സംഭരിച്ചിട്ടുള്ളത്. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ പ്രധാന അരി ഉൽപാദന സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പ് നേരത്തെ ആയതാണ് സംഭരണമുയരാൻ കാരണമായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. സെൻട്രൽ പൂൾ സ്റ്റോക്കിലേക്ക് ഏറ്റവും കൂടുതൽ അരി സംഭാവന ചെയ്യുന്ന പഞ്ചാബ് ഒക്ടോബർ 31 വരെ 69.39 ലക്ഷം ടൺ അരി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 49% കൂടുതലാണിത്. ഹരിയാനയിൽ നിന്നും 22.7% കൂടുതൽ അരിയാണ് ഇത്തവണ സംഭരിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 184, RSS 5 180, ലാറ്റക്സ് 122, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 70,200, കുരുമുളക് അൺഗാർബിൾ 68,200, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 35,700, കൊപ്ര 22,050, ചുക്ക് 24,000.